ഇന്ന് കോളേജിൽ സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. നീറ്റ് എക്സാമിൽ ഉണ്ടായ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് KSU ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ കോളേജിലും കുട്ടികൾ സ്ട്രൈക്ക് വിളിച്ചിരുന്നു. അപ്പോൾ സാധാരണ സ്ട്രൈക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് അവർ നമ്മൾ പ്രോപ്പറായിട്ട് സാധാരണ പോലെ തന്നെ നടത്താറുണ്ട്. പിന്നെ ഫസ്റ്റ് അവറിന് ശേഷമാണ് കുട്ടികൾ നോട്ടീസും കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പലിനെ സബ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ പെർമിഷൻ കിട്ടുന്നതിന്റെ ഭാഗമായാണ് ലോങ് ബെല്ലും കാര്യങ്ങളൊക്കെ അടിക്കുക. അപ്പോൾ അങ്ങനെ ലോങ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും വീട്ടിൽ പോകണം, ക്യാമ്പസിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ടീച്ചേഴ്സിന് പോകാൻ പറ്റില്ല. ടീച്ചേഴ്സിന് വൈകുന്നേരം വരെ അവിടെ നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ കുട്ടികളൊക്കെ പോയ ശേഷം ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഒരുപാട് വർക്ക് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ ടീച്ചേഴ്സ് ഡയറി എഴുതാനുണ്ട്. പിന്നെ ഇപ്പോൾ അവരുടെ 4th സെമ്മിന്റെ റിസൾട്ട് വന്നതുകൊണ്ട് ഇനി അതെല്ലാം അവരുടെ സ്റ്റുഡന്റ് പ്രൊഫൈലിലേക്ക് മാറ്റി എഴുതണം. അങ്ങനെ കുറേയൊക്കെ വർക്ക് ഏകദേശം എഴുതി തീർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ വൈകുന്നേരം സാധാരണ പോലെ തന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് നേരെ ബഡ്ജറ്റിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോകാന്നുള്ളതുകൊണ്ടാണ് ബഡ്ജറ്റിക്ക് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഷാമ്പു തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പു ഇതാണ്. KP നമ്പൂതിരീസിൻ്റെ ചെമ്പരത്തിത്താളിൻ്റെ ഷാമ്പു ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വല്ലാണ്ട് ഹെയർ ഡ്രൈ ആവാതെയൊക്കെ വെക്കാനായിട്ട് ഇത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഇത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ട്യൂഷൻ സെന്ററിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മഞ്ചേരിയിൽ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ തന്നെ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട്. ഒജീവ് ലേണിംഗ് ഹബ്ബ് എന്നാണ് സെന്ററിന്റെ പേര്. അപ്പോൾ അവിടെ നമ്മൾ +1 +2 കൊമേഴ്സ് സ്റ്റുഡൻസിനുള്ള ട്യൂഷനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 5:30ക്കാണ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6:30 വരെയാണ് ടൈം. ഞാനവിടെ ബിസിനസ് സ്റ്റഡീസ് ആണ് പേപ്പർ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ബാക്കി പേപ്പേഴ്സൊക്കെ എടുക്കുന്നത്. കുറച്ച് കൂടുതൽ കാലമായിട്ട് ഞങ്ങൾ ഈ ഒരു സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെന്ററിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഒരു 6:30 6:45 ആകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ഇനി സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. സെന്ററിൻ്റെ അവിടുന്ന് കുറച്ചൊന്നും അങ്ങോട്ട് സ്റ്റാൻഡിലേക്ക് നടക്കാനുണ്ട്. സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബസ് കിട്ടും. പിന്നെ ഇരേട്ടം വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഞാൻ പെർഫ്യൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു എൻഗേജിൻ്റെ പെർഫ്യൂമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെ.